തൃപ്രയാറിലെ ഗതാഗതക്കുരുക്കും അപാകങ്ങളും പരിഹരിക്കുവാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. ഗീതാഗോപി MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗമാണ് തീരുമാനമെടുത്തത്. തീരുമാനത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച മുതൽ വടക്കുനിന്നു വരുന്ന KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് റോഡ് വഴി ക്ഷേത്രം റോഡിലെത്തി മേൽപ്പാലത്തിനടിയിലൂടെ വടക്കോട്ട് പോയി ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ചു തുടങ്ങി. ദേശീയപാത ബൈപ്പാസ് റോഡും സർവീസ് റോഡുകളും തുറന്നതോടെയാണ് തൃപ്രയാർ ക്ഷേത്രം റോഡിലെ മേൽപ്പാലത്തിനടിയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. ഗുരുവായൂരിൽ നിന്ന് വരുന്ന ദീർഘദൂര ബസ്സുകൾ അടക്കമുള്ളവ തൃപ്രയാർ ബസ് സ്റ്റാൻഡിൽ കയറാതെ പോകുന്നതും യാത്രക്കാരെ പെരുവഴിയിലാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് അടിയന്തരമായി റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചുകൂട്ടിയത്. കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന കർക്കിടക മാസത്തിലെ നാലമ്പല തീർത്ഥാടനം തുടങ്ങുന്നതിന് മുൻപ് പ്ലാൻ നടപ്പിലാക്കാനും തീരുമാനിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു, വൈസ് പ്രസിഡന്റ് KA ഷൗക്കത്ത് അലി, DYSP P. പ്രമോദ്, CI K. അനിൽകുമാർ, തൃപ്രയാർ ജോയിന്റ് RTO മഞ്ജുള, ദേശീയപാത നിർമ്മാണ കമ്പനി ശിവാലയുടെ പ്രതിനിധികളായ O. ബിനു, P. ഷിബു, പഞ്ചായത്ത് സെക്രട്ടറി J. ഹേമചന്ദ്രൻ, PM സിദ്ദിഖ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. തൃപ്രയാറിന്റെ ഹൃദയഭാഗത്തെ ട്രാഫിക് കുരുക്ക് ഇന്നത്തോടെ തീരാൻ ഈ തീരുമാനം നടപ്പിലാക്കാൻ സർക്കാരിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ഡിപ്പാർട്ട്മെന്റും അതോടൊപ്പം തന്നെ ജനങ്ങളും ബസ് ഓണേഴ്സും പഞ്ചായത്തും ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും സഹകരിക്കുന്നതോടൊപ്പം ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഇപ്പോഴത്തെ നിർമ്മാണവുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ വെള്ളക്കെട്ട് പ്രശ്നം അതിരൂക്ഷം തന്നെ. ഞാൻ ഇന്നലെ നിറഞ്ഞ മഴയത്ത് ഇവിടെ വന്ന് ഒരു പരാതി നമ്മൾ വരുമ്പോൾ കേട്ടു അല്ലേ. സ്പോട്ടിൽ ഞാൻ ആ പാലത്തിൻ്റെ അടിയിൽ വന്ന് നോക്കിയപ്പോൾ നിറയെ വെള്ളമുണ്ട്. എങ്ങനെ നമുക്കത് പരിഹരിക്കണം? ഇനി നാലമ്പല ദർശനം ഒരൊറ്റ മാസം ഉണ്ടല്ലോ. തൃപ്രയാർ ക്ഷേത്രം നഗരിയുടെ പ്രൗഢമായ ഭക്തരുടെയും നാലമ്പല ദർശനത്തിൻ്റെ വാഹനങ്ങളും അത്രമാത്രം ക്യൂവും എല്ലാം നമ്മുടെ മുന്നിൽ കാണണം. ഇതെങ്ങനെ നമുക്ക് പരിഹരിച്ചു പോകാനുള്ള കാര്യങ്ങളും ഇന്ന് നമുക്കതിനെ പറ്റിയാണ്. അപ്പോൾ ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ ആ 3-4 പൈപ്പിലൂടെ വരുന്ന വെള്ളം ഡയറക്റ്റ് റോഡിൽ വരുമ്പോൾ അവിടെ വെള്ളക്കെട്ടുണ്ടാവും. അതില്ലാതിരിക്കാൻ നിങ്ങളിന്ന് ഞങ്ങൾക്കൊരു തീരുമാനം